വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. ശരീരത്തിന് വേണ്ടതാണ്, പൈതൃകവുമായി ബന്ധപ്പെട്ട്. എന്താ കാരണം? നമ്മുടെ ശരീരത്തില്, നിങ്ങളുടെയൊക്കെ ശരീരത്തില് MBBS പഠിക്കുന്ന പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ പോലെയുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ പണ്ട് MBBS പഠിക്കുന്ന പിള്ളേരെയൊക്കെ കണ്ട അവര് പിള്ളേരാണെന്ന് തോന്നില്ല, അമ്മമാരാണെന്നേ തോന്നുള്ളൂ. ഏതായാലും ഓർമ്മിക്കുക, നിങ്ങളുടെ ശരീരത്തിൽ എത്ര ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ഞങ്ങളെ പോലെയുള്ളവരുടെയൊക്കെ ശരീരത്തില് 9നും 14നും ഇടയ്ക്ക് ഗ്രാം അയേൺ ആണുള്ളത്. സർദാർ പട്ടേലിന്റെ ശരീരത്തിലും അത്രേ ഉള്ളൂ. എന്നാലും അയേൺ മാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും അങ്ങേർക്കില്ല. അപ്പോ ഇത്രയും അയേൺ ആണുള്ളത്. ഇത് ഹീമോഗ്ലോബിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഹീമോഗ്ലോബിൻ ഈസ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഹീമോഗ്ലോബിൻ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അവിടെ വടക്കോട്ട് തലവെച്ച് കിടന്നാൽ, ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലായിട്ട് കിടന്നാൽ, ആ ഹീമോഗ്ലോബിൻ തലച്ചോറിനകത്ത് ട്രാപ്ഡായി തലച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. ഓക്സിജൻ സപ്ലൈ ഹിൻഡർ ചെയ്യുന്നത് കൊണ്ടാണ് വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പറയുന്നത്. അതിനകത്തൊരർത്ഥമുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ചിലപ്പോ പറയും ഞങ്ങൾ നിരീശ്വരവാദികളാണ്, അത് കാരണം പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. കുഴപ്പമില്ല, പ്രാർത്ഥിക്കണ്ട. ചോറിന്റെ മുമ്പിൽ ഒരു 30 സെക്കൻഡ് അത് നോക്കിയിരുന്നാ മതി. അത് നോക്കിയിരിക്കുമ്പോ മറ്റു വല്ലവരും വല്ലതും വിചാരിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിഞ്ഞൂടാ. അപ്പോ ചോറിന്റെ മുമ്പിലിരുന്ന് ഒരു ഹിന്ദി പാട്ട് പാടുക, ജയ്യ ജയ്യ ജയ്യാൻ. അപ്പോഴും വായിന്ന് വെള്ളം വരും. ഈ ചോറിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകണം. സലൈവയിൽ 0.2% ടയാലിൻ ഉണ്ട്. ആ ടയാലിനകത്തേക്ക് പോകുമ്പോഴാണ് കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും ഡൈജസ്റ്റ് ചെയ്യിക്കാനുള്ള അമിലേസും ലിപ്പേസും പ്രോട്ടിയേസസും ഇജക്ട് ചെയ്യുന്നത്. അത് ആ പ്രത്യേക ടയാലിൻ എന്ന 0.2%. അപ്പൊ സലൈവ അകത്തേക്ക് പോയതിന് ശേഷം വേണം ഭക്ഷണം കഴിക്കാൻ. അതുകൊണ്ടാണ് ഈ 30 സെക്കൻഡ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അതിപ്പോ നിരീശ്വരവാദിയായ സ്ഥിതിക്ക് ഞാൻ പ്രാർത്ഥിക്കില്ല, ഒരു നിർബന്ധമില്ല. നിങ്ങൾ വെറുതെ ഇരുന്നാ മതി, അപ്പൊ തന്നെ വായിന്ന് വെള്ളം വരാതിരിക്കില്ല. നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ചോറിന്റെ മുമ്പിൽ വരുമ്പോ വായിന്ന് വെള്ളം വരും. അതുകൊണ്ട് അതിനകത്തൊരു സയൻസ് ഉണ്ട്. പ്രയർ ബിഫോർ ടേക്കിംഗ് ദ ഫുഡ് ഹാസ് ഗോട്ട് എ ബയോകെമിസ്ട്രി വിത്തിൻ വിച്ച്. ഓർമ്മിക്കാം, ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുകയാണെന്ന് വിചാരിക്കാം. നമ്മൾ മന്ത്രത്തെ കുറിച്ചൊക്കെ പറയാറുണ്ട്. സവർണ, മൂരാച്ചി, ഫാസിസ്റ്റ്, വർഗീയ, പിന്തിരിപ്പൻ, പിന്നെ മരട്, കുണ്ടന്നൂർ, തലയോലപ്പറമ്പ്, ചങ്ങനാശ്ശേരിയോ എന്താ വേണമെച്ചാൽ കൂട്ടത്തിൽ ചേർക്കാം. ഇന്ന് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വെസ്റ്റിൽ ചെന്നാൽ ഏത് കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തും അയാൾ ഒരു ഗായത്രി മന്ത്രം കാറിലിട്ടിട്ടുണ്ടാവും. അയാൾ ഹിന്ദു ആയിട്ടൊന്നുമല്ല, അമേരിക്കക്കാരനാ. ഡോക്ടർമാർ അഡ്വൈസ് ചെയ്തിരിക്കുക 110 മുതൽക്ക് 130 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിക്കേണ്ടത്. എങ്ങാനും കുറഞ്ഞാൽ സാറ്റലൈറ്റ് വഴി അത് ട്രേസ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്ന് $500 ഫൈൻ. അപ്പൊ കേരളീയനാണെങ്കിൽ $500 കൊടുക്കുന്നതിന് മുമ്പ് 41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എത്ര രൂപയാന്ന് മനസ്സിലായല്ലോ ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ 110, 120 കിലോമീറ്ററിൽ ഓടിക്കുന്ന വണ്ടിയിൽ കണ്ണൊന്ന് തെറ്റിയാൽ ഇടതും വലതും 6 ലൈനില് അങ്ങോട്ട് പോകുന്ന വണ്ടിയിൽ ഇടിക്കും. ഇടിച്ചാൽ ഒരു വണ്ടി ഇടിച്ചിട്ട് രണ്ടുപേരും കൂടി പ്രശ്നം സോൾവ് ചെയ്യാൻ സാധ്യമല്ല, ഇത് പലതുമായിട്ട് ഇടിക്കും. കാരണം അങ്ങനെ ഇത് പോണതേ. അത് മാത്രല്ല, ഒക്ടോബർ 15 കഴിഞ്ഞാൽ റോഡ് മൊത്തം സ്നോ ആണ്. അപ്പൊ ഈ 110 പോകുമ്പോൾ അവസ്ഥ അറിയാലോ. ഒന്ന് ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി മുമ്പോട്ടല്ല തിരിയുന്നത്, നിന്ന സ്ഥലത്ത് നിന്ന് കറങ്ങാ പതിവ്. ബാക്കി എല്ലാത്തിനും ഇടിച്ചിട്ട് ആരെ ഇടിച്ചെന്ന് പോലും അറിയാൻ കുറെ സമയം എടുക്കേണ്ടി വരും. ഞാൻ പറയും, ഇവരുടെ മനസ്സിന്റെ കോൺസെൻട്രേഷൻ കിട്ടാൻ ഈ CD ആണ് പ്ലേ ചെയ്യുന്നത്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. ഈ മന്ത്രം കേൾക്കുമ്പോൾ നിങ്ങൾ അതിന്റെ അർത്ഥം അറിയണമെന്നില്ല, നിങ്ങൾ ഹിന്ദുവും ആകണമെന്നില്ല, നിങ്ങൾ ആര് വേണമെങ്കിലും ആവാം. പക്ഷെ ഇത് തലച്ചോറിനകത്ത് ക്യൂറേറ്റീവ് കെമിക്കൽസ് എന്ന 24 തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാക്കുന്നു എന്ന് തെളിയിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് മാട്രിക്സ് റെവല്യൂഷൻ പാർട്ട് നമ്പർ 3 എന്ന സിനിമ, ഇന്ത്യയിൽ അത് എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാട്രിക്സ് റെവല്യൂഷൻ പാർട്ട് 3 VCD അവൈലബിൾ ആണ്. ഇത് ടാക്കീസിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്ത് 64 മന്ത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തതല്ല, അവിടെ ഷൂട്ട് ചെയ്തതാണ്. ഇത് ഇത്രയും പാശ്ചാത്യരെ സ്വാധീനിക്കാൻ കാരണം ഈ മന്ത്രത്തിന്റെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്, സംഗീതത്തിന്റെ മ്യൂസിക് തെറാപ്യൂട്ടിക്കൽ എഫക്റ്റ്. എന്നെങ്കിലും നിങ്ങൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ, തിരുവനന്തപുരത്ത് ഒരു ഡോക്ടറുണ്ട്, ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രജിസ്ട്രാർ ആയിരുന്നു. GNA നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
GN അംബുജാക്ഷൻ നായർ. അദ്ദേഹം പ്രഗത്ഭന. 2 MD അദ്ദേഹത്തിനുണ്ട്. ഇപ്പൊ 3ാമത്തെ MD അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പ്രായം 70 മറ്റോ ആയിട്ടുള്ളൂ. 3ാമത്തെ MD കിട്ടിയിട്ടുണ്ട്. അത് മ്യൂസിക് തെറാപ്പിയിലാണ്. ഡോക്ടർ ഓമനക്കുട്ടിയുടെ കീഴിലാണ് അദ്ദേഹം റിസർച്ച് നടത്തിയത്.